ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജിയോമെട്രിക് ബട്ടർഫ്ലൈ വോളാർട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 A4 ഷീറ്റ് ഇങ്ങനെ പരത്തി വെച്ച് ചേർത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ ഇതുപോലെ ബട്ടർഫ്ലൈയുടെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ അറിയാമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നോക്കി വരയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ജിയോമെട്രിക് ബട്ടർഫ്ലൈ ഇമേജസ് എന്ന് സെർച്ച് ചെയ്താൽ പലതരത്തിലുള്ളത് വരും. അതുപോലെ പല ആനിമൽസിൻ്റെയും ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലത്തെ പിക്ചർ എടുത്ത് വരച്ചോ അതല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടോ നമ്മൾ ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബാംബൂ സ്റ്റിക്കാണ്. ഞാനിവിടെ തിന്നായ അധികം സൈസ് ഇല്ലാത്ത ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 100 എണ്ണം എന്തുകൊണ്ട് ഇതിന് നാട്ടിലത്തെ വില വെച്ചിട്ടൊരു 15 രൂപയൊക്കെയാണ് വരിക കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയില്ല എത്ര വരുമെന്ന്. പിന്നെ ഈ ഒരു ബാംബൂ സ്റ്റിക്ക് തന്നെ കുറച്ച് സൈസ് കൂടിയതും തിന്നായതും അതുപോലെ തിക്കായതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ ലൈൻസിലും ബാംബൂ സ്റ്റിക്ക് വെച്ച് നോക്കി സൈസ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് കാണാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഈ ജോയിൻ്റ് വരുന്ന ഓരോ ഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫെവിക്കോളൊക്കെ വെച്ചാൽ ഒട്ടും, പക്ഷേ കുറേ സമയം എടുക്കും. നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കേണ്ടി വരും കുറേ നേരം. അത് ബുദ്ധിമുട്ടാണ്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാണ് ഏറ്റവും എളുപ്പം. ഇനി ഇതിൻ്റെ കൊമ്പ് പോലത്തെ ഭാഗത്ത് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മളിതിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്, അക്രിലിക് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചുവരിൽ വെച്ചിട്ട് ഇനി കാണാം. ഞാനിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഗൺ വെച്ച് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടാണ് ചുവരിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആണിയിൽ ഇത് ഹാങ് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കണുണ്ടോ, നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വാൾഡെക്കറാണ്. മുട്ടത്തോടിൽ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കാം.